ഹൗസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം മാത്രമേയുള്ളൂ: വടകര സ്റ്റോർ. അതിനവിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം. അല്ല. ഹോൾസെയിലായും റീറ്റെയിലായും ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേ ഒരു സ്ഥാപനമാണ് വടകര സ്റ്റോർ. പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും: എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന്. അതും പറയാം. ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മയേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. മാത്രമല്ല, വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ. വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ. മികച്ച വിലയിൽ പഴയ അലൂമിനിയം, സ്റ്റീൽ, ഓട്, ചെമ്പ്, പിച്ചള, ഇരുമ്പ്, പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു. വടകര സ്റ്റോർ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, വടകര. പൂവാടൻ റെയിൽവേ അടിപ്പാതയുടെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ വടകര സിറ്റിസൺ കൗൺസിൽ, മുനിസിപ്പൽ വാർഡ് പ്രതിനിധികളുടെയും ജനങ്ങളുടെയും പ്രതിഷേധ കൂട്ടായ്മ മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക പ്രശ്നങ്ങൾ സജീവമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ സിറ്റിസൺ കൗൺസിൽ പുലർത്തുന്ന ജാഗ്രത ശ്രദ്ധേയമാണെന്ന് മുല്ലപ്പള്ളി ചൂണ്ടിക്കാട്ടി. പ്രതിഷേധ സൂചകമായി തയ്യാറാക്കിയ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രദേശവാസികളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് സർവ്വ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. എവിടെയെല്ലാം മാൻഡ് ആൻഡ് അൺമെയിൻഡ് ഗേറ്റ് ഉണ്ടോ അവിടെയൊക്കെ തന്നെ ഇതുപോലെ തന്നെ അണ്ടർപാസ് കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അടിപ്പാത കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് റെയിൽവേ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, പലയിടങ്ങളിലും ഇതുപോലെ തന്നെ അണ്ടർപാസ് നിർമ്മിച്ച ശേഷം വേണ്ടത്ര അവധാനതയോടുകൂടിയാണ് റെയിൽവേ എഞ്ചിനീയർമാർ ഇത്തരം ഒരു പദ്ധതിക്ക് ക്ലിയറൻസ് കൊടുക്കുകയും കോൺട്രാക്ടർമാരെ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തുകയും ചെയ്തത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്നാണ് പറയാനുള്ളത്. ഞാനിത് പറയാനുള്ള കാരണം, ഞാൻ തന്നെ MP ആയ ശേഷം കുറേയേറെ സ്ഥലങ്ങളിൽ അടിപ്പാതകൾ കൊടുത്തിട്ടുണ്ട്. കൊയിലാണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്, മടപ്പള്ളിയിൽ കൊടുത്തിട്ടുണ്ട്, മറ്റ് പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ മണ്ണിൻ്റെ ഘടന പരിശോധിച്ചുകൊണ്ട് മഴക്കാലത്ത് പ്രത്യേകിച്ച് 2 വർഷപാതം മുടങ്ങാതെ കിട്ടുന്ന, ഏറ്റവും വലിയ വർഷപാതം കിട്ടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളമെന്ന് മനസ്സിലായിക്കൊണ്ട് ആ ഭൂപ്രകൃതിക്ക് അനുസൃതമായിട്ട് മാത്രമേ അടിപ്പാത നിർമ്മിക്കാൻ പാടുള്ളൂ എന്ന കാര്യത്തിൽ നമ്മളെക്കാൾ നന്നായിട്ട് എഞ്ചിനീയർമാർക്ക് അറിയാമെങ്കിൽ പോലും അതൊന്നും തന്നെ പാലിക്കാതെയാണ് പലപ്പോഴും ഈ അടിപ്പാതകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ ഈ അടിപ്പാതയെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രദേശത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. ഈ പ്രദേശത്തെ ജനങ്ങൾ, ആവിക്കലിലെ ജനങ്ങളാകട്ടെ, കുരിയാടിക്കാരാകട്ടെ, അല്ലെങ്കിൽ കസ്റ്റംസ് റോഡിലെ ജനങ്ങളാകട്ടെ, അവരൊക്കെ തന്നെ എത്രയോ വർഷക്കാലമായിട്ട് അവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഈ ഒരു ലെവൽ കോഴ്സിലൂടെ പോയിട്ട് വേണം അവർക്ക് മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ എത്തിച്ചേരാൻ സാധിക്കുക എന്ന കാര്യം ദശകങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇവിടെ ഒരു അടിപ്പാത വേണം, ഇവിടെ സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഡിമാൻഡ് റെയിൽവേ അംഗീകരിച്ചതുകൊണ്ടാണ് ഇവിടെ ഇത്തരമൊരു സബ്വേ നിർമ്മിക്കാൻ വേണ്ടി റെയിൽവേ അനുമതി കൊടുത്തിട്ടുള്ളത്. പക്ഷെ അനുമതി കൊടുത്തു എന്നതിൽ കവിഞ്ഞ് ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കപ്പെടണമെന്ന കാര്യത്തിൽ റെയിൽവേ നിഷ്കർഷ കാണിച്ചു എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് എന്ന് മാത്രം ഞാനിവിടെ പറയട്ടെ. ഞാൻ ഈ പ്രദേശത്തെ ഈ അടിപ്പാത വന്ന ശേഷം ഇവിടെ വന്ന് ഇവിടുത്തെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒന്നും തന്നെ മനസ്സിലാക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടില്ല. ഇപ്പോഴാണ് എനിക്കത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടത്. സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, റൈറ്റ് മൂവ്മെൻറ്റ്, അത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയിട്ടുള്ള ഒരു മൗലികമായ അവകാശമാണെന്ന കാര്യം മറക്കാൻ സാധ്യമല്ല. അത് ദൗർഭാഗ്യവശാൽ ഇന്ത്യൻ റെയിൽവേ മറന്നിരിക്കുകയാണ്. ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ വിഷമനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ആയിരക്കണക്കായ ആളുകളാണ് ഈ പ്രദേശത്തുള്ളത്. അവരിലൊക്കെ തന്നെ രോഗികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, പ്രായമുള്ളവരുണ്ട്, അതുപോലെ മറ്റു സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേരേണ്ട ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ തന്നെ പ്രയാസം അനുഭവിക്കുകയാണ്. ആ പ്രയാസങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഭാഗമായിക്കൊണ്ട് ഈ വെള്ളക്കെട്ട് മഴക്കാലത്ത് ഒഴിവാക്കിയേ മതിയാകൂ. അതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് നിരാകരിക്കാൻ നമ്മുടെ റെയിൽവേക്ക് സാധ്യമല്ല. ഇ നാരായണൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന പരിപാടിയിൽ TK രാംദാസ്, മുനിസിപ്പൽ വാർഡ് കൗൺസിലർമാരായ TP സുരക്ഷിത, KP ഷാഹിമ,
ഫാഷിദ, സിറ്റിസൺ കൗൺസിൽ വൈസ് പ്രസിഡന്റ് പുറന്തോടത്ത് സുകുമാരൻ, പ്രൊഫസർ കെ കെ മഹമ്മൂദ്, അജിത് പാലയാട്ട് എന്നിവർ സംസാരിച്ചു. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ.